മിനിറ്റ് അഥവാ 1.5 മണിക്കൂർ ഒരക്ഷരം മിണ്ടാനാവാതെ അമിത്ഷാ നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് സഭ സാക്ഷ്യം വഹിച്ചത്. വെറുതെ പറയുന്ന ഒന്നല്ല ഇത്, അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒന്നാണ്. ഇതിന് വിനയായത് ചട്ടം 72 പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സ്പീക്കർ തന്നെ അമിത്ഷായുടെ വാ അടപ്പിക്കുന്നത്. മറ്റൊരു വഴിയും സ്പീക്കറുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വസ്തുത. എന്നാൽ ഇവിടെ സംഭവിച്ച പ്രത്യേകമായ ഒരു കാര്യം കൂടിയുണ്ട്. പറയുന്നത് 269 BJP എംപിമാരും അമിത്ഷായെ തള്ളിപ്പറഞ്ഞു എന്നതാണ്. അതും സ്പീക്കർക്ക് മുന്നിൽ തന്നെ. ഇന്ത്യ സഖ്യം മോദി ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എംപിമാർ മുൻനിരയിൽ ഇരുപ്പുറപ്പിക്കുന്ന അമിത്ഷായ്ക്കും മോദിക്കും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ 2ാം നിരക്കാരനായ രാജ്നാഥ് സിംഗിനും ചട്ടം 72 അറിയില്ലേ എന്ന് BJP എംപിമാർ ചോദിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞത്. മോദി പാർലമെന്റിനകത്ത് ഇല്ലാത്ത സമയത്ത് BJP പ്രകടന പത്രികയിൽ ഏറെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർണായകമായ ബിൽ ചർച്ചക്കെടുത്ത സമയത്താണ് ഇത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥ ചാണക്യ തന്ത്രജ്ഞനായ അമിത്ഷായ്ക്ക് വന്നു ചേരുന്നത്. ഒരു വശത്ത് ഇന്ത്യ സഖ്യത്തിലെ 2ാം നിര നേതാക്കൾ അവർ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ, ചോദ്യങ്ങൾ, അവർക്ക് കൃത്യമായ മറുപടി നൽകാൻ അമിത്ഷായ്ക്ക് സാധിക്കാതെ പോകുന്നത്. മറുവശത്ത് തന്റെ അറിവില്ലായ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് BJPയിലെ സകല എംപിമാരും സ്പീക്കർക്ക് മുന്നിൽ അണിനിരക്കുകയും ചെയ്തതോടെ പന്ത് ഇന്ത്യ സഖ്യത്തിന്റെ കോർട്ടിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇതോടെ ബിൽ പാസ്സാക്കില്ല എന്ന് ഉറപ്പിച്ച് സ്പീക്കർ തന്നെ മേശപ്പുറത്ത് നിന്നും നിർണായക ബിൽ ചുവപ്പുനാടയിൽ കെട്ടേണ്ട അവസ്ഥയിലുമായി. സത്യം പറഞ്ഞാൽ മോദി പ്രധാനമന്ത്രിയായി അരങ്ങുവാണതിന് പിന്നാലെ ഇതാദ്യമായിട്ടാണ്. മുട്ടാപ്പോക്ക് നയമാണെങ്കിലും എന്തെങ്കിലും അവരുടേതായ ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു ഇതുവരെ മോദിയും കൂട്ടരും നീങ്ങിയിരുന്നത്. എന്നാൽ ഒന്നും മിണ്ടാതെ താടിക്ക് കയ്യും കൊടുത്ത് അമിത്ഷായ്ക്ക് ഇപ്പോൾ ഇരിക്കേണ്ടി വരികയാണ്. അതുമാത്രവുമല്ല, BJPയിൽ നിന്ന് തന്നെ മോദിക്കും അമിത്ഷായ്ക്കും എതിരെ റിപ്പോർട്ടുകളും വരുന്ന സാഹചര്യത്തിലാണ് ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞ ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിന്ന് പോലും മാറ്റി നിർത്തിയത്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ തങ്ങളുടെ നിലനിൽപ്പ് പോലും അത്തരത്തിൽ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് തങ്ങളുടെ നിലനിൽപ്പ് പോലും BJP എന്ന പാർട്ടിക്കകത്ത് അപകടകരമാം വിധമാവുന്ന സമയത്തു കൂടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ അമിത്ഷാ ഒറ്റപ്പെട്ടു പോകുന്നത്. അതുമാത്രവുമല്ല, നിർണായകമായ ബിൽ അവതരണ സമയത്ത് പാർലമെന്റിലേക്ക് നിർബന്ധമായും എത്തേണ്ടതുണ്ട് എന്ന് കാണിച്ച് 3 വരി വിപ്പും നൽകിയിട്ടുണ്ട്. എന്നിട്ടും നിതിൻ ഗഡ്കരി അടക്കം 20 എംപിമാരാണ് വിട്ടുനിന്നത്. എന്തായാലും അവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വശം. ഇത്തരത്തിൽ പല രൂപത്തിൽ ഒറ്റപ്പെട്ടു പോകുകയാണ് 3ാം ഊഴത്തിലെ കേന്ദ്രം ഭരിക്കുന്ന BJPയും ആ BJPയെ ഭരിച്ചു നയിക്കുന്ന തല തൊട്ടപ്പന്മാരും. എന്തായാലും ലോക്സഭാ, സംസ്ഥാന, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താൻ വഴിയൊരുക്കുന്ന 2 ബില്ലുകളാണ് ചൊവ്വാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിലെ 129ാം ഭേദഗതി ബില്ലായിട്ട് ആ പദ്ധതി അവതരിപ്പിക്കുകയായിരുന്നു. 90 മിനിറ്റ് നേരം അതിൽ ചർച്ച ചെയ്യേണ്ടെന്ന അവസ്ഥയുമുണ്ടായി. 269 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 198 പേർ എതിർക്കുകയാണ് ഉണ്ടായത്.